കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് മെഡിസിൻ സർവീസസ് എന്നീ സെക്ഷൻസിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡ് ഓൺ കോഡാണ്. ന്യൂറോ സ്റ്റിമുലേറ്റർ ഇൻസേർഷൻ ഒക്കെ കോഡ്സ് ഉണ്ട് നെർവസ് സിസ്റ്റത്തിൽ. ക്രാനിയൽ ന്യൂറോ സ്റ്റിമുലേറ്റർ, അതുപോലെ സ്പൈനൽ ന്യൂറോ സ്റ്റിമുലേറ്റർ. എല്ലാ വർഷവും ആ ചാപ്റ്ററിലെ ചില സെക്ഷൻസിൽ ലൈക്ക് മോളിക്യുലാർ പാത്തോളജി, പ്രൊപ്രിയറ്ററി ലബോറട്ടറി അനാലിസിസ് എന്ന് പറയുന്ന സെക്ഷൻസിലൊക്കെ കുറേ കോഡ്സ് റിവിഷനും അഡീഷനും. അപ്പോൾ അവിടെ 2 കോഡ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇൻട്രാ ഓപ്പറേറ്റീവ് ഹൈപ്പർ തെർമിക് ഇൻട്രാ പെരിട്ടോണിയൽ കീമോതെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ ഇയറിനെ സംബന്ധിച്ച് അത്ര ഹ്യൂജ് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും എസ്പെഷ്യലി. ഹായ് ഓൾ, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. മൈസെൽഫ് സുരയ്യ, മൈസെൽഫ് ശ്രീലക്ഷ്മി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നൊരു വീഡിയോ ആയിട്ടാണ്. 2024 CPT അപ്ഡേഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെ, അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങളെല്ലാവരും കാത്തിരുന്ന നമ്മളുടെ ജാനുവരി ബാച്ച് ഈ വരുന്ന ജാനുവരി 31 1 PM to 3 PM ഇന്ത്യൻ ടൈം, അതുപോലെ UAE ടൈം 11:30 to 1:30. അപ്പോൾ ഇതൊരു നല്ലൊരു ടൈമിംഗ് ആണ്. നമ്മുടെ ഹൗസ് വൈഫ് ആയിട്ടുള്ള ലേഡീസിനെയൊക്കെ സംബന്ധിച്ചിട്ട് വളരെ നല്ലൊരു ടൈമിംഗ് ആണ്. അതുപോലെ നമ്മളുടെ ഔട്ട്സൈഡ് സ്റ്റുഡൻസ് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യാറുള്ള പോലെ തന്നെ ഒരു എക്സാം പ്രിപ്പറേഷൻ ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യരുത്. നമ്മളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻസ് ഉറപ്പാക്കുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 24 അപ്ഡേറ്റ്സ് ആണ്. എടുത്തു പറയുകയെന്ന് വെച്ചാൽ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മൾ ഇന്ന് CPTയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതും ചാപ്റ്റർ വൈസ് ആയിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ CPT ബുക്കിൽ ഓർഡർ എങ്ങനെയാണോ ആ ഒരു ഓർഡർ പ്രകാരമാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ നമുക്കറിയാം ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻ്റ് ആണ്. അതിൻ്റെ ചേഞ്ചസ് ആണ് ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ചേഞ്ചസ് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം E&Mൽ ചേഞ്ചസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ആൻഡ് അതിൽ ഓരോ ചേഞ്ചസ് നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോക്കാം. E&Mൽ ഒരു ന്യൂ കോഡ് ആഡ് ആയിട്ടുണ്ട്. ഒരു സിംഗിൾ കോഡാണ് പുതിയതായിട്ട് E&Mൽ ആഡ് ആയിട്ടുള്ളത്. അതും ഒരു ആഡ് ഓൺ കോഡാണ്. അപ്പോൾ ഈ ആഡ് ഓൺ കോഡ് 99459 ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെന്ന് വെച്ചാൽ പെൽവിക് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആഡ് ഓൺ കോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ പെൽവിക് എക്സാമിനേഷൻ ഇപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ പെൽവിക് എക്സാമിനേഷൻ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും ഓഫീസ് വിസിറ്റിൽ ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റിൽ ഈ പെൽവിക് എക്സാമിനേഷൻ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫീസ് വിസിറ്റ് കോഡ്സ്, അതായത് ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് സർവീസസ് ഉണ്ടല്ലോ, ന്യൂ പേഷ്യൻറ്റിൻ്റെയും എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിൻ്റെയും, അതുപോലെ OP കൺസൾട്ടേഷൻ, അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് മെഡിസിൻ സർവീസസ് എന്നീ സെക്ഷൻസിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡ് ഓൺ കോഡാണ് ഇപ്പോൾ പുതിയതായിട്ട് പെൽവിക് എക്സാമിനേഷന് വേണ്ടി വന്നിരിക്കുന്നത്. അടുത്ത ഒരു മേജർ ചേഞ്ച് എന്ന് പറയാനുള്ളത് നേഴ്സിംഗ് ഫെസിലിറ്റി സർവീസസ്. നമ്മൾ മുൻപും കോഡ് ചെയ്തിരുന്ന ഒരു സെക്ഷൻ ആയിരുന്നു. പക്ഷെ നേഴ്സിംഗ് ഫെസിലിറ്റി സർവീസസിൽ ഒരു റിവിഷൻ, അവിടെ 2 കോഡ്സിന് റിവിഷൻ വന്നിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം പുതിയതായി വന്നിരുന്ന ഒരു കാര്യമായിരുന്നു ത്രെഷോൾഡ് ടൈം എന്നുള്ളത്. ത്രെഷോൾഡ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കോഡ് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിനിമലി റിക്വയർഡ് ആയിട്ടുള്ള ടൈമാണ് ത്രെഷോൾഡ് ടൈം. ഈ ത്രെഷോൾഡ് ടൈം നഴ്സിംഗ് ഫെസിലിറ്റി സെക്ഷനിലെ 2 കോഡ്സിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 കോഡ്സ് എന്നൊന്ന് നമുക്ക് നോട്ട് ചെയ്യാം. ഇനീഷ്യൽ നഴ്സിംഗ് ഫെസിലിറ്റി സർവീസസിലെ 99306 എന്ന് പറയുന്ന കോഡും ആൻഡ് സബ്സിക്വന്റ് നഴ്സിംഗ് ഫെസിലിറ്റി സർവീസസിലെ 99308 എന്ന് പറയുന്ന കോഡിലാണ് ത്രെഷോൾഡ് ടൈം ചേഞ്ച് ആയിരിക്കുന്നത്. 99306 കഴിഞ്ഞ ഇയറിൽ 45 മിനിറ്റ്സ് ആയിരുന്നു ത്രെഷോൾഡ് ടൈം. ഈ ഇയറിലേക്ക് അത് 50 മിനിറ്റ്സ് മിനിമം റിക്വയർഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള സർവീസ് കോഡ് ആയിട്ടുള്ള 99308 കഴിഞ്ഞ വർഷം 15 മിനിറ്റ്സ് ആയിരുന്നു ത്രെഷോൾഡ് ടൈം. ഈ ഇയറിലേക്ക് അത് 20 മിനിറ്റ്സ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കോഡ്സിന് റിവൈസ് ചെയ്തിട്ടുണ്ട് നഴ്സിംഗ് ഫെസിലിറ്റിയുടെ സെക്ഷനിൽ നിന്ന്. പിന്നെ ഒരു റേഞ്ച് ഓഫ് കോഡ്സ് തന്നെ റിവൈസ് ചെയ്തിട്ടുള്ള പാർട്ടാണ് നമ്മളുടെ ഓഫീസ് സർവീസ് കോഡ്സ്. ഓഫീസ് ഓർ അതർ ഔട്ട് പേഷ്യൻറ്റ് സർവീസസ്, ആ സെക്ഷൻ 99202 മുതൽ 215 വരെയുള്ള റേഞ്ച് ആയിരുന്നു. അവിടെ നമുക്ക് കഴിഞ്ഞ ഇയറിൽ ത്രെഷോൾഡ് ടൈം എല്ലാ ഏരിയയിലും ചേഞ്ച് ആക്കി. പക്ഷേ ഓഫീസ് സർവീസ് മാത്രം ടൈം റേഞ്ച് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇയറിലേക്ക് അതിന് കൂടെ തന്നെ ഈ ഓഫീസ് കോഡ്സും ത്രെഷോൾഡ് ടൈം ആക്കി മാറ്റിയിട്ടുണ്ട്.
അത് നമ്മൾ റിപ്പോർട്ടിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ത്രെഷോൾഡ് ടൈം ആക്കി കൺവേർട്ട് ചെയ്തു എന്ന് മാത്രം. പക്ഷെ നമുക്ക് നോർമലി മുൻപ് കോഡ് ചെയ്തിരുന്ന പോലെ തന്നെ കോഡ് ചെയ്യാം. ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. 99202 മുതൽ 205 വരെ ആ ന്യൂ പേഷ്യൻ്റ് റേഞ്ച്, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റിൻ്റെ 99212 മുതൽ 215 വരെയുള്ള റേഞ്ചിൽ ത്രെഷോൾഡ് ടൈമായിട്ട് റിവിഷൻ ചെയ്തിട്ടുണ്ട്. ടൈം റേഞ്ച് മാറ്റിയിട്ടുണ്ട്. സോ ഏതൊക്കെ നമ്മൾ 3 ചേഞ്ചസ് പറഞ്ഞു അല്ലേ? ഒരു ന്യൂ കോഡ് ആഡ് ആയത് പറഞ്ഞു, 2 സെറ്റ് കോഡ്സിൻ്റെ റിവിഷൻസ് പറഞ്ഞു. പിന്നെ ഇതിൽ മേജർ ചേഞ്ച് എന്ന് പറയാൻ ചെറിയ തോതിലുള്ള ഗൈഡ് ലൈൻ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഈ ആൻഡമിൽ. അതിൽ നമ്മൾ കഴിഞ്ഞ തവണ ഫോളോ ചെയ്ത ചില ഗൈഡ് ലൈൻസ് ഇത്തവണത്തേക്ക് ചേഞ്ച് ആയിട്ട്, അതിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഡേറ്റിൽ അഡ്മിഷനും ഡിസ്ചാർജും നടക്കുന്ന കേസസ് നമ്മൾ കോഡ് ചെയ്തിരുന്നത് 99234 മുതൽ 236 വരെയുള്ള റേഞ്ചിലായിരുന്നു. ആ റേഞ്ചിൽ നിന്നാണ് സെയിം ഡേറ്റിൽ തന്നെ അഡ്മിഷനും ഡിസ്ചാർജ് സർവീസ് ഇൻക്ലൂഡ് ആയിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ആ കേസ് എപ്പോഴും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരേ ഡേറ്റിൽ തന്നെയാണ് അഡ്മിഷനും ഡിസ്ചാർജും കഴിഞ്ഞെന്നുണ്ടെങ്കിലും അതിനു വേണ്ടി എടുത്ത ടോട്ടൽ ഡ്യൂറേഷൻ മോർ ദാൻ 8 hours, 8 അല്ലെങ്കിൽ മോർ ദാൻ 8 hours ആണെങ്കിൽ മാത്രമാണ് ആ റേഞ്ചിൽ നിന്ന് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റൂ. ഏത് 99234 മുതൽ 236 റേഞ്ചിൽ നിന്ന് കോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിക്കുക, അപ്പോൾ ലെസ് ദാൻ 8 hours ആണ് ആ ഒരു അഡ്മിഷൻ ഡേറ്റിൽ, ലെസ് ദാൻ 8 hours ആണ് സ്റ്റേ ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാനുള്ളത് ഇനീഷ്യൽ ഹോസ്പിറ്റൽ സർവീസസ് ആണ്. ഓക്കെ, അപ്പം അതൊരു കാര്യമായ ചേഞ്ച് ആണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോഡ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം നമുക്ക് സ്റ്റേ ചെയ്ത ടൈം ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ റോങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ് ഈ ആൻഡമിൽ. അപ്പോൾ ഈ ആൻഡമിൽ മെയിൻ ചേഞ്ചസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം 0 സീരീസ് ആണ് CPTയിലെ അടുത്ത ചാപ്റ്റർ. സോ അനസ്തേഷ്യയിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും ഈ വർഷം വന്നിട്ടില്ല. അത് കഴിഞ്ഞ അടുത്ത ചാപ്റ്ററാണ് 1 സീരീസ്, ഇൻറ്റഗ്രിമെൻ്ററി സിസ്റ്റം. അതിലും നമുക്ക് ചേഞ്ചസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം ആണ്, നമ്മുടെ 2 സീരീസ്. അപ്പോൾ അതിലും വലിയൊരു ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. എന്നാലും 2 പുതിയ കോഡ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 22836 ആൻഡ് 22837. അതായത് തൊറാസിക് വെർട്ടിബ്രൽ ബോഡി ടെതറിങ് എന്ന് പറയുന്ന പുതിയൊരു സെക്ഷൻ അവിടെ നമുക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്കോളിയോസിസിനുള്ള സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ഈ തൊറാസിക് വെർട്ടിബ്രൽ ബോഡി ടെതറിങ് എന്ന് പറയുന്ന പുതിയൊരു സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ മസ്കുലോസ്കെലറ്റലിൽ വന്നിരിക്കുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാറുള്ള ഹാലസ് വാൽഗസിൻ്റെ കറക്ഷൻ, ആ ഭാഗത്ത് കുറച്ച് കോഡ്സ് നമുക്ക് റിവൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നമ്മുടെ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന മേജറായിട്ട് എടുത്തു പറയാനുള്ള 2 ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് 3 സീരീസിലേക്ക് കടക്കാം. 3 സീരീസിൽ നമുക്കറിയാം റെസ്പിറേറ്ററി സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, ഹെമിക് ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ചേഞ്ചസ് പറയുകയാണെന്ന് വെച്ചാൽ 2 കോഡ്സ് ആണ് ആകെ കൂടെ ആഡ് ആയിട്ടുള്ളത്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമ്മുടെ നേസൽ സൈനസ് എൻഡോസ്കോപ്പിയുടെ സർജിക്കൽ സെക്ഷനിൽ, അതായത് സർജിക്കൽ നേസൽ സൈനസ് എൻഡോസ്കോപ്പിയുടെ സെക്ഷനിൽ 2 കോഡ്സ് ന്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ പോസ്റ്റീരിയർ നേസൽ നെർവ് അബ്ലേഷന് വേണ്ടിയിട്ടുള്ള 2 കോഡ്സ്. അത് അബ്ലേറ്റ് ചെയ്യുന്ന മെത്തേഡിനനുസരിച്ചിട്ടാണ് 2 ഡിഫറെൻറ്റ് കോഡ്സ് വന്നിരിക്കുന്നത്. ഒന്ന് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ വഴി ഡിസ്ട്രക്ട് ചെയ്യുന്നതാണെങ്കിൽ 31242 എന്ന് പറയുന്ന കോഡാണ് വരുന്നത്. അതുപോലെ തന്നെ ക്രയോ അബ്ലേഷൻ മെത്തേഡിലൂടെയാണ് പോസ്റ്റീരിയർ നേസൽ നെർവ് അബ്ലേഷൻ ചെയ്യണതെങ്കിൽ കോഡ് 31243. സോ അങ്ങനെ 2 കോഡ്സ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. 3 സീരീസിൽ ആഡ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല ചേഞ്ചസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന പാർട്ടാണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റം. അതിൽ വന്നിരിക്കുന്നത് ഇതുപോലെ പുതിയൊരു സെക്ഷനായിട്ട് അവർ ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഫ്രെനിക് നെർവ് സ്റ്റിമുലേഷൻ സിസ്റ്റം എന്ന് പറയുന്ന പുതിയൊരു റേഞ്ച് ഓഫ് കോഡ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 33276 മുതൽ 33288 വരെയുള്ള റേഞ്ച് ഓഫ് കോഡ്സ് ഇതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഫ്രെനിക് നെർവ് സ്റ്റിമുലേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റെസ്പിറേറ്ററി ഇൻസഫിഷ്യൻസി നേരിടുന്ന പേഷ്യൻസിന് കുറച്ചും കൂടെ അവരുടെ ബ്രത്തിങ് ഒരു ഇംപ്രൂവ് ചെയ്യുന്നതിന്, ബ്രത്തിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ന്യൂ സെറ്റ് ഓഫ് കോഡ്സ് ആണ് ഇവിടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതൊരു എടുത്തു പറയാവുന്ന ഒരു ചേഞ്ച് തന്നെയാണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിനെ സംബന്ധിച്ച്. ദെൻ നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ ഇത്തവണ വന്നിട്ടില്ല.
അടുത്ത നമ്മളുടെ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെനിറ്റോ യൂറിനറി സിസ്റ്റമാണ്. ജെനിറ്റോ യൂറിനറിനെ സംബന്ധിച്ചിട്ട് 2 പുതിയ കോഡ്സ് നമുക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് സിസ്റ്റോ യുറേത്രോസ്കോപ്പി നമ്മൾ സ്ഥിരമായിട്ട് കോഡ് എടുക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ നമുക്ക് പുതിയൊരു കോഡ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 52284 എന്ന് പറയുന്ന ഒരു കോഡ് സിസ്റ്റോ യുറേത്രോസ്കോപ്പിയിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള പുതിയൊരു കോഡാണ്. അതുപോലെ നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകുമ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതിൽ നമുക്ക് 58580 എന്ന് പറയുന്ന പുതിയൊരു കോഡ് കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 6 സീരീസ് ആണ് അടുത്തത്. നമ്മൾക്ക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന 6 സീരീസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എൻഡോക്രൈൻ സിസ്റ്റവും നെർവസ് സിസ്റ്റവും ഐ ആൻഡ് ഒക്യുലാർ അഡ്നെക്സ ഇയർ അങ്ങനെ പല സബ്സെക്ഷൻസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് നെർവസ് സിസ്റ്റത്തിൽ ഒരു കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. മെയിൻലി ന്യൂറോ സ്റ്റിമുലേറ്റർ സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഓൾറെഡി നമുക്ക് ന്യൂറോ സ്റ്റിമുലേറ്റർ ഇൻസേർഷൻ ഒക്കെ കോഡ്സ് ഉണ്ട് നെർവസ് സിസ്റ്റത്തിൽ. ക്രാനിയൽ ന്യൂറോ സ്റ്റിമുലേറ്റർ, അതുപോലെ സ്പൈനൽ ന്യൂറോ സ്റ്റിമുലേറ്റർ, പെരിഫറൽ നെർവ് ന്യൂറോ സ്റ്റിമുലേറ്റർ, ഇതൊക്കെ. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ക്രാനിയൽ ന്യൂറോ സ്റ്റിമുലേറ്ററിൽ സ്കൾ മൗണ്ടഡ് ക്രാനിയൽ ന്യൂറോ സ്റ്റിമുലേറ്റർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആഡ് ആയിട്ടുണ്ട്. അതിനുവേണ്ടി 3 കോഡ്സ് ആ ഭാഗത്ത് 3 കോഡ്സ് ആണ് ആഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ന്യൂറോ സ്റ്റിമുലേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഇൻസേർട്ട് ചെയ്യുന്ന ഏതൊരു ഡിവൈസ് ആണെങ്കിലും ഇൻസേർഷനും റിമൂവലും റിവിഷനും ഒക്കെ കോഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്കൾ മൗണ്ടഡ് ക്രാനിയൽ ന്യൂറോ സ്റ്റിമുലേറ്ററിൻ്റെ ഇൻസേർഷൻ കോഡാണ് 61889 എന്ന് പറയുന്ന കോഡ്. പിന്നെ അതിൻ്റെ റിവിഷനോ റീപ്ലേസ്മെൻറ്റോ ചെയ്യുന്ന കോഡാണെങ്കിൽ 61891. ഇനിയിപ്പോൾ റീപ്ലേസ് ഒന്നും ചെയ്യുന്നില്ല, റിമൂവൽ മാത്രമാണ് ഒരു സെഷനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 61892 എന്ന് പറയുന്ന കോഡും വന്നിട്ടുണ്ട്. അങ്ങനെ 3 കോഡ്സ് ആ സെക്ഷനിൽ കയറിയിട്ടുണ്ട്. അതുപോലെ പെരിഫറൽ നെർവ് ന്യൂറോ സ്റ്റിമുലേറ്ററിൻ്റെ സെക്ഷനിൽ നമുക്ക് ഇലക്ട്രോഡ് അറേ പ്ലേസ് ചെയ്യുന്നതിനായിട്ട് അത് ഇൻസേർട്ട് ചെയ്യുന്നതിനും അതുപോലെ റിവിഷനും പിന്നെന്താ റിമൂവലും ചെയ്യുന്നതിനുള്ള 3 കോഡുകൾ ആഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം ഏതാ കോഡ്സ് എന്നുള്ളത്. 64596 ആൻഡ് 64597 ഈ 2 കോഡ്സ് പെർക്യൂട്ടേനിയസ് ഇലക്ട്രോഡ് അറേയുടെ ഇൻസേർഷന് വേണ്ടിയിട്ടുള്ള കോഡ്സ് ആണ്. 64598 എന്ന് പറയുന്നത് ഇലക്ട്രോഡ് അറേയുടെ റിവിഷൻ ഓർ റിമൂവലിന് വേണ്ടിയിട്ടുള്ള കോഡ്സ് ആണ്. അഡീഷൻസ് എത്രയാണ് ആകെ ഉള്ളത്. പിന്നെ നമുക്ക് റിവിഷൻസും ഈ ഭാഗത്ത് തന്നെയാണ് വന്നേക്കുന്നത്. പെരിഫറൽ നെർവ് ന്യൂറോ സ്റ്റിമുലേറ്ററിന്റെ സെക്ഷനിൽ 2 കോഡ്സ് റിവൈസ് ചെയ്തിട്ടുണ്ട്. സ്പൈനൽ ന്യൂറോ സ്റ്റിമുലേറ്ററിന്റെ സെക്ഷനിലും 2 കോഡ്സ് റിവൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ റിവിഷൻസ് വലിയ കാര്യപ്പെട്ട നമുക്ക് എന്താ പറയുക കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പോലെയല്ല. ആ കോഡ് ഡിസ്ക്രിപ്ഷന്റെ പ്രസന്റേഷനിലാണ് ഒരു ചേഞ്ച് വന്നിട്ടുള്ളൂ. നമുക്ക് നോർമലി കോഡ് ചെയ്യാം കഴിഞ്ഞ ഇയറിലെ പോലെ തന്നെ. അപ്പോൾ 6 സീരീസ് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നെർവസ് സിസ്റ്റം കഴിഞ്ഞു 6 സീരീസിൽ. പിന്നെ വരുന്നത് ഐ ആൻഡ് ഒക്യുലാർ അഡ്നെക്സ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു കോഡ് ആഡ് ആയിട്ടുണ്ട്. ഏതാണ് ആ കോഡ് എന്ന് വെച്ചാൽ 67516 എന്ന് പറയുന്ന ഒരു കോഡ്. ഇത് നമ്മുടെ ഐൻ്റെ സെക്ഷനിൽ ആഡ് ആയിട്ടുണ്ട്. സൂപ്രാ കൊറോയിഡൽ സ്പേസിൽ ഫാർമക്കോളജിക് ഏജന്റ് ഇഞ്ചെക്ട് ചെയ്യുന്നതിൻ്റെ ഒരു കോഡാണിത്. ഇപ്പോൾ സൂപ്രാ കൊറോയിഡൽ സ്പേസ് എന്ന് പറഞ്ഞാൽ അറിയാം, കൊറോയിഡിന് എക്സ്റ്റേണൽ ആയിട്ട് കാണുന്ന ആ ഒരു സ്പേസിലേക്കുള്ള ഇഞ്ചക്ഷന് ഒരു സിംഗിൾ കോഡ് ആഡ് ആയിട്ടുണ്ട്. പിന്നെ ഇയറിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയോളജിയാണ് 7 സീരീസ്. കാര്യമായിട്ടുള്ള ചേഞ്ചസ് അല്ല, എന്നാലും ഒരു പുതിയ കോഡ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 75580 എന്ന് പറയുന്ന ഒരു കോഡ്, അതായത് കൊറോണറി ഫ്രാക്ഷണൽ ഫ്ലോ റിസർവ് എന്ന് പറയുന്ന ഒരു സെക്ഷനായിട്ട് പുതിയൊരു കോഡ് വന്നിട്ടുണ്ട്. അതുപോലെ എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുന്ന പാർട്ടിൽ ഒരു റേഞ്ച് ഓഫ് കോഡ്സ് 76987 മുതൽ 76989 വരെയുള്ള സെറ്റ് ഓഫ് കോഡ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നിരുന്നത് നമ്മൾ നോർമലി യൂസ് ചെയ്തിരുന്ന പെൽവിമെട്രി എന്ന് പറയുന്ന ഭാഗത്ത് 74710 എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ യൂസ് ചെയ്തിരുന്നു. അത് നമുക്ക് ഇത്തവണ ഡിലീറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത്രയാണ് റേഡിയോളജിയിൽ വന്നിരിക്കുന്ന മേജർ ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെ. അപ്പോൾ 7 സീരീസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 8 സീരീസ് ആണ്. പാത്തോളജി ആൻഡ് ലബോറട്ടറി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. എല്ലാ വർഷവും ആ ചാപ്റ്ററിലെ ചില സെക്ഷൻസിൽ ലൈക്ക് മോളിക്യുലാർ പാത്തോളജി, പ്രൊപ്രിയറ്ററി ലബോറട്ടറി അനാലിസിസ് എന്ന് പറയുന്ന സെക്ഷൻസിലൊക്കെ കുറേ കോഴ്സ് റിവിഷനും അഡീഷനും ഒക്കെ നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഡിലീഷൻസും ഉണ്ട്, റിവിഷൻസും ഉണ്ട്, പിന്നെ അഡീഷൻസും ഉണ്ട്. ഈ പറയുന്ന സെക്ഷൻസിൽ തന്നെയാണ് മെയിൻ ആയിട്ട് നടന്നിട്ടുള്ളത് എന്നുള്ളത്. നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അത്ര സിഗ്നിഫിക്കന്റ് ആയിട്ടില്ലാത്ത ഒരു ഏരിയാസ് ആണത്. ഇപ്പൊ നമ്മൾ പ്രൊപ്രിയറ്ററി ലബോറട്ടറി അനാലിസിസ് എന്ന് പറയുന്നത് യു എന്ന ലെറ്റർ വെച്ച് എൻഡ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കോഡ്സ് പാത്തൻ ലാബിന് ലാസ്റ്റിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ സെക്ഷനിലാണ് മോസ്റ്റ് ഓഫ് ദ കോഡ്സും ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ കോഡ്സ് അവിടെ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ അവിടെ റിവിഷൻസും നടന്നിട്ടുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജീനോമിക് സീക്വൻസിങ് അനാലിസിസ് പാനലിൽ കുറച്ച് കോഡുകൾ ആഡ് ആയിട്ടുണ്ട്.
പിന്നെ ചെറിയ എഡീഷൻസ് ഹെമറ്റോളജി, ഇമ്മ്യൂണോളജി ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മോളിക്കുലാർ പാത്തോളജി, ജീൻസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് ഉണ്ടല്ലോ, ടയർ 1 ടയർ 2 ആയിട്ട് അവിടെ കോഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ ചില കോഡ്സുകൾ റിവൈസും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിലെ ചേഞ്ചസ് എന്ന് പറയാനുള്ളത്. അതെ. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മുടെ മെഡിസിൻ ആണ്. കമ്പാരിറ്റീവ്ലി പറയാൻ വേണമെങ്കിൽ മെഡിസിനിലാണ് കുറച്ചധികം ഇത്തവണ ചേഞ്ചസ് വന്നിരിക്കുന്നതെന്ന് പറയാം. അതായത് കൂടുതലും അഡീഷൻസ് വന്നിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് മെഡിസിൻ. നമ്മൾ ആ മെഡിസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഒരു 12 ന്യൂ കോഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ സെറ്റ് വാക്സിൻസ് അല്ലെങ്കിൽ ടോക്സോയിഡ്സിന് വേണ്ടിയിട്ട് ഒരു 12 ന്യൂ കോഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പുതിയ വന്നിരിക്കുന്ന ഒരു സെക്ഷനാണെന്ന് പറയാം, കൊറോണ വൈറസിനെതിരെയുള്ള വാക്സിൻ്റെ ഒരു 11 ന്യൂ കോഡ്സ്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കോഡ്സ് അടക്കം പുതിയ സെറ്റ് ഓഫ് കോഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു 93584 മുതൽ 96588 വരെയുള്ള റേഞ്ച് ഓഫ് കോഡ്സ്, അതൊരു സെറ്റ് ഓഫ് ആഡ് ഓൺ കോഡ്സ് ആണെന്ന് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസസിന് വേണ്ടിയിട്ടുള്ള കാർഡിയാക് കതേറ്ററൈസേഷന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ന്യൂ സെറ്റ് ഓഫ് കോഡ്സ് ആണ് ആ ഭാഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ മറ്റൊരു കോഡ് റേഞ്ച് ന്യൂ കോഡ്സ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 96547 96548 വന്നിരിക്കുന്നത് നമ്മുടെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഇഞ്ചക്ഷൻ ഇൻഫ്യൂഷൻ്റെ ഒരു ഭാഗം. അപ്പോൾ അവിടെ 2 കോഡ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇൻട്രാ ഓപ്പറേറ്റീവ് ഹൈപ്പർ തെർമിക് ഇൻട്രാ പെരിട്ടോണിയൽ കീമോതെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ പുതിയൊരു കോഡ് അവിടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 97037 എന്ന് പറയുന്ന ഒരു പുതിയ കോഡ് നമുക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ലോ ലെവൽ ലേസർ തെറാപ്പി ടു ട്രീറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ റിഡക്ഷൻ. ആ ഒരു പുതിയൊരു കോഡ് തന്നെയാണ് അത് ഈ സെറ്റിൽ വന്നിരിക്കുന്നത്. അതുപോലെ പുതിയൊരു ആഡ് ഓൺ കോഡ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 92972. അതായത് പെർക്യൂട്ടേനിയസ് ട്രാൻസ്ലൂമിനാൽ കൊറോണറി ലിത്തോട്രിപ്സി എന്ന് പറയുന്ന ഇതിന് വേണ്ടിയിട്ട് പുതിയൊരു ആഡ് ഓൺ കോഡാണ് അവിടെ വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു സെറ്റ് ഓഫ് കോഡ്സ് ആണ് 93150 മുതൽ 93153 വരെയുള്ള റേഞ്ച് ഓഫ് കോഡ്സ് വന്നിരിക്കുന്നത്. ഫോർ ദി ആക്ടിവേഷൻ, ഇൻട്രോഗേഷൻ ആൻഡ് പ്രോഗ്രാമിംഗ് ഓഫ് ഫ്രെനിക് നെർവ് സ്റ്റിമുലേഷൻ സിസ്റ്റം. അപ്പോൾ നമ്മൾ കാർഡിയോവാസ്കുലാർ ഇപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു ഭാഗമാണ് ഫ്രെനിക് നെർവ് സ്റ്റിമുലേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതുപോലെ ആക്ടിവേഷൻ, പ്രോഗ്രാമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള കോഡ് വന്നിരിക്കുന്നത് ഈ മെഡിസിൻ്റെ സെക്ഷനിലാണ്. ഇതൊക്കെയാണ് മെഡിസിൻ്റെ പാർട്ടിൽ വന്നിരിക്കുന്ന മേജർ ആയിട്ടുള്ള അപ്ഡേഷൻസ് എന്ന് പറഞ്ഞാൽ. കമ്പാരിറ്റീവ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെ കുറച്ച് അപ്ഡേഷൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ ഇയറിനെ സംബന്ധിച്ച് അത്ര ഹ്യൂജ് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും, എസ്പെഷ്യലി കഴിഞ്ഞ ഇയറിൽ നമുക്ക് ഇയാൻഡം, ഹെർണിയ സെക്ഷനിലൊക്കെ നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനപേക്ഷിച്ച് ഈ പ്രാവശ്യം നമുക്ക് കുറവാണ്. കുറച്ച് നമുക്ക് കൂടുതലും പുതിയ ടോപ്പിക്സുകൾ ആഡ് ആവുക ചെയ്തേക്കുന്നത്, പുതിയ ഡിവൈസിന്റെ ഇൻസേർഷൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് കൂടുതൽ ആഡ് ആയേക്കുന്നത്. ഓക്കെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മേജർ ആയിട്ടുള്ള ചേഞ്ചസ്, പ്രൊമിനന്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസിനും കാര്യങ്ങൾക്കുമായിട്ട് നമ്മളിവിടെ എന്താണ് CPC എക്സാം പ്രിപ്പറേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മന്ത്ലി ബാച്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ മന്തിൽ നമുക്ക് January 31 ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ടൈമിംഗ് വരുന്നത് 1 to 3 PM ആണ് ഇന്ത്യൻ ടൈം. UAE ടൈം ആണെന്നുണ്ടെങ്കിൽ 11:30 to 1:30 ടൈമാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ബാച്ചസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സെയിം ടൈമിൽ ക്ലാസ്സസ്, അതും ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ എബ്രോഡ് കാൻഡിഡേറ്റ്സിനാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം സെയിം ടൈമിൽ ആണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 2024 ICD CPT മേജർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എനിവേ നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.